ഹായ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഞാൻ ഇന്ന് ഒരു മോട്ടിവേഷൻ വീഡിയോ ഇടാം എന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഞാൻ ഈ കാണിക്കാൻ പോകുന്ന വീഡിയോ ഒന്ന് കണ്ടോ കേട്ടോ. നല്ല രസമായിട്ട് കീബോർഡ് വായിക്കുന്നുണ്ട് അല്ലേ? സോ നമ്മൾ എത്ര പേരാണ്, എത്ര പാരൻസ് ഉണ്ട് കുഞ്ഞുങ്ങളുടെ ഇഷ്ടം മനസ്സിലാക്കി അല്ലെങ്കിൽ അവരുടെ ഇഷ്ടത്തിനൊത്ത് നമ്മൾ ഇതുപോലുള്ള കരിക്കുലർ ആക്ടിവിറ്റീസിന് വിടുന്നത്? വളരെ ചുരുക്കമായിരിക്കും. മിക്ക പാരൻസും നമ്മുടെ ഇഷ്ടത്തിനുള്ള അല്ലെങ്കിൽ നമ്മുടെ ഇഷ്ടങ്ങൾ കുഞ്ഞുങ്ങളുടെ മേലിൽ അടിച്ചേൽപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നവരായിരിക്കും കൂടുതൽ. ഇപ്പൊ സ്കൂളൊക്കെ തുറന്നു, സോ ഇനി യൂത്ത് ഫെസ്റ്റിവലും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് നമുക്ക് എന്താ വേണ്ടത്? പ്രൈസ് അല്ലെ? ഓരോ കോമ്പറ്റീഷൻസിനും പ്രൈസ് വേണം, ഗ്രേസ് മാർക്ക് ഉണ്ട്, മോട്ടിവേഷൻ മാർക്സ് ഉണ്ട്. സോ അങ്ങനത്തെ ഒരു തോട്ടിലാണ് നമ്മൾ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നത്, ശീലിപ്പിക്കുന്നത്. അത് വളരെ തെറ്റായിട്ടുള്ള കാര്യമാണ്. കാരണം കുഞ്ഞുങ്ങളുടെ കല എന്ന് പറയുന്നത് അവരുടെ ഉള്ളിലുള്ള കല നമ്മൾ മനസ്സിലാക്കണം എന്നുള്ളതാണ്. കാരണം എല്ലാ കുഞ്ഞുങ്ങൾക്കും ചിലപ്പോൾ പാടാൻ വരത്തില്ല. അതുപോലെ തന്നെ നല്ല രീതിയിൽ പഠിച്ച് മാർക്ക് വാങ്ങിക്കാൻ പറ്റുന്ന ഒരു ജസ്റ്റ് പാസ് ഒക്കെ ആയിരിക്കും വാങ്ങിക്കുന്നത്. പക്ഷേ അവരിൽ ഒളിഞ്ഞു കിടക്കുന്ന കുറെ ഈ കാണിച്ച പോലെയുള്ള കരിക്കുലർ ആക്ടിവിറ്റീസ് ഉണ്ട്. ചില കുഞ്ഞുങ്ങൾക്ക് പാടാനായിരിക്കും, ചില കുഞ്ഞുങ്ങൾക്ക് ഡാൻസ് ചെയ്യാനായിരിക്കും, ചില കുഞ്ഞുങ്ങൾക്ക് വരയ്ക്കാനായിരിക്കും, ചില കുഞ്ഞുങ്ങൾക്ക് പ്രസംഗിക്കാനായിരിക്കും. അപ്പൊ അത് നമ്മൾ കണ്ടെത്തുക എന്നുള്ളത് അതൊരു ടഫായിട്ടുള്ള കാര്യം തന്നെയാണ്. പക്ഷെ എന്നാലും നമ്മൾ അത് കണ്ടെത്തി അവരെ അതിലോട്ട് മോട്ടിവേറ്റ് ചെയ്യാനാണ് ഏറ്റവും നമ്മൾ ശ്രദ്ധിക്കേണ്ടതും. അതാണ് ഏറ്റവും നല്ലത്. നമ്മൾ ഓരോ കാര്യങ്ങൾ പഠിപ്പിക്കാൻ വിടുമ്പോൾ അവരത് എൻജോയ് ചെയ്ത് വളരെ സന്തോഷത്തോടു കൂടി ആത്മാർത്ഥതയോടു കൂടി നമുക്കത് പഠിച്ചു തരണം, അല്ലെങ്കിൽ അത് പഠിക്കണം എന്നുള്ള തോട്ട് വേണം. കാരണം നമ്മളിപ്പോ ഡാൻസ് ഇഷ്ടമില്ലാത്ത ഒരു കുഞ്ഞിനെ ഡാൻസിനും കൊണ്ടാക്കി കഴിഞ്ഞാൽ അവൻ ആ ക്ലാസ്സിൽ പോകാൻ ഇൻട്രസ്റ്റ് കാണത്തില്ല. അതുപോലെ തന്നെ സെയിം എല്ലാ കാര്യത്തിനും. സോ അവരുടെ ഇഷ്ടങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി നമ്മൾ മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. എല്ലാ കുഞ്ഞുങ്ങൾക്കും പഠിത്തം മാത്രമല്ല, ഈ പറയുന്ന പോലെ കരിക്കുലർ ആക്ടിവിറ്റീസും കാണും. ഇപ്പൊ നമ്മൾ കോമ്പറ്റീഷൻ എന്ന് പറയുമ്പോൾ തന്നെ പ്രൈസ് ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്നുള്ള ഒരു തോട്ടിലുണ്ട് അല്ലെ? സോ ആ ഒരു തോട്ടല്ല, കോമ്പറ്റീഷനിൽ പങ്കെടുക്കുക, അതിൽ തോൽവിയും ജയവും ഉണ്ട് എന്നുള്ളത് കുഞ്ഞുങ്ങൾ മനസ്സിലാക്കണം. ഫെയിലിയർ അക്സെപ്റ്റൻസ് എന്ന് പറയുന്ന സംഭവം മിക്ക കുട്ടികൾക്കും വളരെ ലോ ആണ്. കാരണം അത് അക്സെപ്റ്റ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുകൾ പല കുഞ്ഞുങ്ങളും കാണിച്ചു വരുന്നു. അതുകൊണ്ട് അവർ ഡിപ്രസ്ഡ് ആവുക, സ്കൂളിൽ പോവാതിരിക്കുക, മറ്റുള്ളവരുമായിട്ട് സംസാരിക്കാതിരിക്കുക, ഷൈനസ് തോന്നുക, ഇങ്ങനത്തെ കാര്യങ്ങളും ഒക്കെ വരുന്നുണ്ട് അല്ലെ? ഇതിന് നമ്മൾ ബിഹേവിയർ ഇഷ്യൂസിലൊക്കെ കണക്കാക്കപ്പെടാം. സോ അങ്ങനത്തെ രീതിയിൽ പോവരുത്. നമ്മൾ ഫെയിലൂറും കൂടെ ഉണ്ട് എന്നുള്ളത് കുഞ്ഞുങ്ങളെ മനസ്സിലാക്കി നമ്മൾ വളർത്തണം എന്നുള്ളതാണ്. കുഞ്ഞു മക്കളുടെ ഇഷ്ടങ്ങൾ കൂടി നമ്മൾ പാരന്റ്സ് മനസ്സിലാക്കണം. അവരുടെ ഇമോഷൻസും അവരുടെ ഇഷ്ടങ്ങളും ഒക്കെ, അവരുടെ നീഡ്സും കാര്യങ്ങളും ഒക്കെ മനസ്സിലാക്കി നമ്മൾ പാരന്റ്സ് മുന്നോട്ട് പോകണം എന്നതാണ് എനിക്ക് പേഴ്സണലി നിങ്ങളോട് പറയാനുള്ളത്. അപ്പോൾ ചെറിയൊരു മോട്ടിവേഷൻ വീഡിയോ ആണ് ഞാനിപ്പോ ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ഇട്ടതും. മനസ്സിലായി കാണുമെന്ന് തോന്നുന്നു. വീണ്ടും അടുത്ത വീഡിയോയിലോട്ട് കാണുന്നവരെ ടാറ്റാ.